നമസ്കാരം. AR മുരുകദോസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് സൽമാൻ ഖാൻ പ്രധാന വേഷത്തിലെത്തി തിയേറ്റർ റിലീസായി വന്ന സിക്കന്ദർ ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. രാജ്കോട്ടിലെ രാജാവായ സഞ്ജയ് രാജ്കോട്ടാണ് നായക കഥാപാത്രം. അവിടുത്തെ പവർഫുൾ മനുഷ്യനാണ്. ഹൃദയവിശാലതയിൽ അവിടുത്തെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്. തുടക്കത്തിൽ പോലീസ് വരുന്ന സീനിൽ തന്നെ സംവിധായകൻ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമുണ്ട്. നായകന്റെ പവർ എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മാത്രമല്ല, സിനിമയും കുറച്ച് പഴയ രീതിയിലായിരിക്കാം എന്നതുകൂടെ ആ സമയം കൊണ്ട് സംവിധായകൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. നായകൻ്റെ ഇൻട്രോയുടെ ഭാഗമായുള്ള കുറച്ച് സംഗതികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി മൊത്തത്തിൽ പല കാര്യങ്ങളും അവിടെയും ഇവിടെയുമായി പറഞ്ഞു വെച്ച ശേഷമാണ് കഥയുടെ പ്രധാന സംഭവത്തിലേക്ക് വരുന്നത്. സ്പോയിലർ ആയേക്കാം എന്നതിനാൽ അതിനെക്കുറിച്ച് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എന്തായാലും പിന്നീട് കഥയുടെ ഭൂരിഭാഗം സംഭവങ്ങളും നടക്കുന്നത് മുംബൈയിലാണ്. സഞ്ജയ്, രാജാ സാബ്, സിക്കന്ദർ എല്ലാവരും തന്നെ. ഇനി കഥ മുംബൈയിൽ. ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് എന്ന നിലയിൽ നോക്കിയാൽ ആക്ഷനും പാട്ടും ഡാൻസും സെന്റിമെന്റ്സും ഒക്കെ ആവോളം നിറച്ചു വെച്ചിട്ടുണ്ട് സിക്കന്ദറിൽ. പക്ഷേ ഇതിൽ പല സംഗതികളും കാണുമ്പോൾ പ്രേക്ഷകൻ എന്ന നിലയിൽ ചിരിയാണ് വരുന്നതെന്ന് മാത്രം. പിന്നെ ഈ കാലത്തും ഇങ്ങനെ ഒരു സീരിയൽ കഥ ഇറക്കാൻ ധൈര്യം കാണിച്ച മുരുകദോസിന്റെ ധൈര്യം കൂടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. സൽമാൻ ഖാനെ സംബന്ധിച്ച് അദ്ദേഹമായി തന്നെയായിരുന്നു മിക്ക സീനുകളിലും. ആക്ഷൻ സീക്വൻസുകളിലൊക്കെ ഒരു എനർജിയെങ്കിലും മുൻപത്തെ ചിത്രങ്ങളിൽ ഫീൽ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ അതുമില്ല. ഇമോഷണൽ സീനുകൾ എന്നത് ഒരു ഇമ്പാക്റ്റും ഇല്ലാതെ പോകുന്നതിൻ്റെ കാര്യം ഡയലോഗ് ഡെലിവറി കൂടെയാണ്. പലപ്പോഴും എയർ പിടിച്ച് പറയുന്ന പോലെയായിരുന്നു. പേരിൽ രാജാവൊക്കെ ഉണ്ടെങ്കിലും പ്രകടനത്തിൽ ഒന്നും സമ്മാനിക്കാത്ത ഒരു കഥാപാത്രം. രശ്മിക മന്ദാനയാണ് നായിക കഥാപാത്രമായിട്ട് എത്തുന്നത്. തീർത്തും നിരാശപ്പെടുത്തുന്ന വിധത്തിൽ എഴുതപ്പെട്ട ഒരു കഥാപാത്രം. പിന്നെ സത്യരാജ് കട്ട വില്ലനിസമാണ്, പക്ഷെ കോമഡിയാക്കി ചെയ്യണമെന്ന സംവിധായകന്റെ നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും പ്രേക്ഷകർക്ക് ട്രാജഡി ആയിരുന്നെന്ന് മാത്രം. കഥാപാത്രം എന്താണെന്ന് എഴുതിയ ആൾക്കും പിടുത്തമില്ല, അഭിനയിച്ച ആൾക്കും പിടുത്തമില്ല എന്ന അവസ്ഥ. കിഷോർ, കാജൽ അഗർവാൾ തുടങ്ങിയവരൊക്കെയാണ് സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു സീരിയൽ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളതായ പരിപാടികളൊക്കെ എല്ലാ അഭിനേതാക്കളും ചേർന്ന് സമ്മാനിക്കുന്നുണ്ട്. ടെക്നിക്കലി പണം മുടക്കിയതിന്റെ പരിപാടികൾ കാണാനുണ്ട്. പക്ഷേ കഥയില്ലാത്തിടത്ത് കമ്പിയില്ലാതെ പാലം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. സന്തോഷ് നാരായണന്റെ പശ്ചാത്തല സംഗീതമാണെങ്കിലും ചിലയിടങ്ങളിൽ മാത്രമാണ് ഒന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കുന്ന ഫീൽ ഉണ്ടായത്. വിഷ്വൽസ് ഒക്കെ ഗ്രാൻഡ് ആണ്, പക്ഷേ ഇതിന്റെ എഫക്റ്റ് എന്നത് സിനിമയിൽ ഫീൽ ചെയ്യത്തക്ക വിധത്തിൽ തിരക്കഥ പവർഫുൾ ആയില്ല എന്ന് മാത്രം. കഥയിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം വളരെ ഇമോഷണൽ ആയ ഒരു സ്പേസിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. അത് ഒരു രീതിയിലും മികച്ച രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നതാണ് സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നവും. അഴിമതിയും ഗുണ്ടായിസവും പൊല്യൂഷനും അധികാരവും ഒക്കെ അതിനിടയ്ക്ക് പ്ലേസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും എല്ലാം സ്കാറ്റേർഡ് ആയി തന്നെ പോകുന്ന അവസ്ഥ കൂടെയാണ്. നാളുകൾക്ക് ശേഷം ഭാര്യ അയച്ച മെസ്സേജുകളൊക്കെ കാണുന്ന സീനിൽ ഒന്ന് ആലോചിച്ചാൽ ഇത് എന്തിനായിരുന്നു ഈ സീനെന്നും എന്താണ് ഈ സീൻ വെച്ചതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നും തോന്നിപ്പോവും. കാരണം ഒരു ലോജിക്കും ഇല്ല. ഡാൻസ് കളിച്ച് നടക്കുന്ന സമയത്ത് ഭാര്യയുടെ മെസ്സേജ് പോലും വായിക്കാൻ സമയമില്ലാത്ത ഒരാൾ ഒരു ഘട്ടം കഴിഞ്ഞ് സെൻറ്റി അടിക്കുന്നതൊക്കെ കാണുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സീരിയൽ പരിപാടി എന്നുള്ളത് ഫീൽ ചെയ്യുന്നത്. പിന്നെ അവസാനത്തെ പാട്ടിൽ ഒരു കഥാപാത്രം മരിച്ചതിൻ്റെ പ്രതീകമായിട്ടാണെന്ന് തോന്നുന്നു. പിറകിൽ കുറേ പേര് കുരിശൊക്കെ പിടിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. അത് ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. രാജാവിനെ പണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഉള്ളത് കൊണ്ട് സിക്കന്ദറിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ടെൻഷനും അനുഭവിക്കേണ്ട കാര്യമില്ല. പൈസ ഉണ്ടല്ലോ, ഫോണിൽ എടുക്കാമല്ലോ. പിന്നെ ഫോണൊക്കെ ട്രേസ് ചെയ്ത് ആളെ പിടിക്കാൻ പോലും കഴിവില്ലാത്തൊരു മന്ത്രി വില്ലൻ. ലോജിക്ക് നോക്കാൻ നിന്നാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, പക്ഷെ ഒരു തവണ ആത്മഹത്യ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് മനസ്സ് മന്ത്രിച്ചത്. ലോജിക്കിന്റെ തലയിൽ ചുറ്റി കൊണ്ട് അടിച്ച് ക്രൂരമായി കൊന്ന് അതിന്റെ മുകളിൽ പാസം വിരിയുന്ന ഒരു മരം വെച്ച് ആ മരം വളർന്ന് അതിന്റെ മുകളിൽ കയറി കാറ്റുകൊള്ളുന്ന അവസ്ഥയാണ് സിക്കന്ദർ എന്ന സിനിമ. ഈ സിനിമ ഇത്രയും കാശ് മുടക്കി എടുക്കുമ്പോൾ ആരെ കൺവിൻസ് ചെയ്തു എന്നതിനേക്കാൾ സ്വയം എങ്ങനെ കൺവിൻസ്ഡ് ആയി എന്ന ചോദ്യം മാത്രം ബാക്കിയാക്കി സിക്കന്ദർ കാഴ്ച അവസാനിക്കുന്നു. പിന്നെ ആക്ഷൻ സീക്വൻസുകൾ ആടുന്നു, പറക്കുന്നു, വീഴുന്നു. ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും മോശം ആക്ഷൻ സീക്വൻസുകൾ എന്ന് തന്നെ പറയാം. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.